സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് ലൈഫ് എന്ന് പറഞ്ഞാൽ അത് കൊച്ചുകുട്ടിയല്ലേ. അപ്പോൾ ഞാൻ 10-12 വയസ്സാകുമ്പോഴത്തേക്ക് സിനിമയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പത്തെ ലൈഫ് എന്ന് പറഞ്ഞാൽ കളിച്ച് കിടക്കുക, ഒന്നിനെ പറ്റി നമുക്കൊന്നും ചിന്തിക്കേണ്ട, അങ്ങനെയുള്ളൊരു കാരണം നാട്ടിൻപുറത്തായിരുന്നു. അന്നൊന്നും ഞങ്ങൾക്ക് സിനിമ കാണാനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ല. വീട്ടിൽ നിന്ന് സിനിമ കാണാനൊന്നും അങ്ങനെയൊന്നും വിടില്ല. പിന്നെയുള്ളത് റേഡിയോയിൽ പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഗാനമേള അതൊക്കെ കാണാമെന്നല്ലാതെ സിനിമ കാണുക അല്ലെങ്കിൽ നാടകം കാണാൻ പോവുക അങ്ങനെ ഒരു വലിയ പ്രതീക്ഷയില്ല. അയ്യോ ഇപ്പോഴത്തെ കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് ഈ ടി വിയും പിന്നെ ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്കറിയാം സിനിമയിൽ വന്നാൽ എന്താണ്, അല്ലെങ്കിൽ പാട്ട് ശ്രദ്ധിക്കും, പാട്ട് സീനിൽ അഭിനയിക്കണം, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അഭിനയിക്കണം അത്രയേ ഉള്ളൂ. അത് സിനിമ തന്നെ വേണമെന്നൊന്നുമില്ല. എനിക്ക് നാടകത്തിലായാലും അഭിനയിക്കണം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. കലാരംഗത്ത് വരണം അതുമാത്രമേ ആഗ്രഹം ഉണ്ടായിരുന്നു. സിനിമയിലേക്കുള്ള എൻട്രി എന്ന് പറഞ്ഞാൽ എനിക്ക് ശരിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഒരു മലപ്പുറം ജില്ലയിൽ നിലമ്പൂരാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഒരു മുസ്ലിം കുട്ടി സിനിമയിലേക്ക് വരിക എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ മോശമായിട്ടാണ് ആൾക്കാർ കാണുന്നത്. ഇപ്പം മാറിയിട്ടുണ്ട് കേട്ടോ, പക്ഷേ പണ്ടത്തെ കാലം അങ്ങനെയല്ല. പക്ഷേ എൻ്റെ ചെറിയമ്മ നിലമ്പൂർ ആയിഷ സിനിമയിലുണ്ടായിരുന്നു. അപ്പോൾ ഇളയമ്മ അഭിനയിക്കണത് തന്നെ എല്ലാവർക്കും ഭയങ്കര തെറ്റായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇളയമ്മയാണ് എന്നെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. എന്നെ സിനിമയിലേക്ക് പറഞ്ഞു കൊടുക്കുന്നത് നിലമ്പൂർ ബാലൻ എന്ന് പറഞ്ഞ നടനുണ്ടായിരുന്നു. ഇപ്പം ഇല്ല, മരിച്ചുപോയി. ബാലേട്ടനാണ്. അതിനൊരു കുട്ടിയുണ്ട് എന്ന് പി എ ബക്കർ സാറിൻ്റെ സിനിമയിലേക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ചുവന്ന വിത്തുകൾ, സിബി സാറിൻ്റെ ധനം. അതിൽ നല്ലൊരു ക്യാരക്ടറാണ്. കാരണം ഒരു ചേച്ചി അനിയത്തിൻ്റെയും കഥയാണ്. ചാർമിളയും ഞാനാണ് മോഹൻലാൽ നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമ. നല്ല ക്യാരക്ടറായിരുന്നു. അതാണ് ശരിക്കും രണ്ടാമത്തൊരു എൻട്രി എന്ന് പറയുമ്പോൾ നല്ലൊരു സംവിധായകൻ്റെ കൂടെ നല്ല റോള് ഒക്കെ കിട്ടി. പക്ഷേ ആദ്യം എന്നെ വിളിച്ചിരുന്ന ശരിക്കും ആ ഒരു ക്യാരക്ടറായിരുന്നില്ല. ആദ്യം അങ്ങനെ കെ ടി സാറിൻ്റെ ഭാര്യ അഭിനയിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുമാർജിയാണ്, അതായത് എസ് കുമാറാണ് എന്നെ ധനത്തിന് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ വിജയകൃഷ്ണൻ്റെ ഒരു സീരിയലിൻ്റെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് എസ് കുമാർ എന്നെ കാണുന്നത്. അപ്പോൾ എന്നാൽ വേറെ ഏതോ ഒരു റോളിന് ഇങ്ങനെ ഒരാളെ കിട്ടുമെന്ന് ചോദിച്ചപ്പോഴാണ് എസ് കുമാർ പറയുന്നത് കെ ടി സാറിൻ്റെ ഭാര്യ അഭിനയിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചപ്പോൾ സിബി സാർ വിചാരിച്ച് കെ ടി ഓമിൻ്റെ ഭാര്യ കുറച്ച് നല്ല പ്രായമുള്ള ആളായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ വേറെ റോളാണ് വെച്ചിരുന്നത്. വന്നപ്പോഴാണ് എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ കുറേ സമയം നോക്കിയിട്ട് ഇവരൊന്നും മിണ്ടുന്നില്ല, ആരും ഒന്നും സംസാരിക്കുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ ഇഷ്ടമായിട്ടുണ്ടാവില്ല എന്നാണ്. പിന്നെ നമ്മൾ വരികയും ചെയ്തല്ലോ എന്നൊരു ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് 7 Arts മോഹനേട്ടൻ വന്നിട്ട് ചോദിച്ചു, സീനത്തിന് എത്ര ദിവസം നിൽക്കാൻ പറ്റും എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്താ എന്ന് ചോദിച്ചു. അല്ല, ഞങ്ങൾ ഉദ്ദേശിച്ചത് വേറൊരു റോളാണ്, ബാബു നമ്പൂരിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ ഒരു ക്യാരക്ടറിനാണ് വിളിച്ചിരുന്നത്. അപ്പോൾ സിബി സാറ് വിചാരിച്ചു കുറേ പ്രായമുള്ള ആളായിരിക്കും വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ അതല്ല, ഇപ്പം ചാർമിളയുടെ ചേച്ചി അനിയത്തിൻ്റെയും കഥയാണ്. അതിൽ കുറച്ച് കൂടുതൽ ദിവസം നിൽക്കാൻ പറ്റുമെങ്കിൽ ആ റോള് ചെയ്തുകൂടെ എന്ന്. കാരണം എനിക്ക് സന്തോഷം. അങ്ങനെയാണ് ഞാൻ ആ ക്യാരക്ടർ ചെയ്യുന്നത്.